ബാല്യകാലം ഓർക്കുമ്പോഴെന്നുള്ളം തുള്ളുന്നു. ഈ ലോകസുഖം കള്ളിന ആ ഭാഗ്യം കണ്ടപ്പോ നിത്യമാം രാജ്യത്തിൽ അന്നു ഞാൻ പാടിടും. രാജൻ ദുർഗം കണ്ടു എന്നും ഞാൻ ഘോഷിക്കും. രക്തത്തിൽ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 54 സങ്കീർത്തനം 4 വാക്യം. ഇതാ ദൈവം എൻ്റെ സഹായകനാകുന്നു, കർത്താവിൻ്റെ പ്രാണനെ താങ്ങുന്നതോടു കൂടെ ഉണ്ട്. ശത്രുക്കൾ ദാവീദിനെ പിന്തുടരുമ്പോഴും അവൻ മനുഷ്യരിലല്ല ദൈവത്തിൽ തന്നെ ആശ്രയിക്കുന്നു. അതുകൊണ്ട് ദാവീദ് ആത്മവിശ്വാസത്തോടെ പറയുന്നത്, ദൈവം എനിക്ക് സഹായകനാകുന്നു. ജീവിതത്തിൽ പലപ്പോഴും മനുഷ്യരുടെ സഹായം ലഭിക്കാതെ വരാം. എന്നാൽ ദൈവം ഒരിക്കലും തൻ്റെ മക്കളെ കൈവിടുന്നില്ല. നമ്മുടെ ബലഹീനതകളിലും പരീക്ഷകളിലും ദൈവം നമ്മുടെ പക്കലുണ്ട്. വചനം പറയുന്നു, കർത്താവിൻ്റെ പ്രാണനെ താങ്ങി നിർത്തുന്നവരോടുകൂടെ ഇരിക്കുന്നു. നമ്മുടെ ശക്തി കൊണ്ടല്ല നാം നിലനിൽക്കുന്നത്, ദൈവത്തിൻ്റെ കൃപയും കരുണയുമാണ് നമ്മെ ഓരോ ദിവസവും നിലനിർത്തുന്നത്. നിരാശയുടെ സമയത്ത് അവിടുന്ന് പ്രത്യാശയും സമാധാനവും നൽകുന്നു. പ്രതിസന്ധികളിൽ വിശ്വാസം നഷ്ടപ്പെടാം. എന്നാൽ ദാവീദ് തൻ്റെ പ്രശ്നങ്ങളെ നോക്കാതെ ദൈവമഹത്വത്തെ നോക്കി. സാഹചര്യങ്ങൾ പ്രതികൂലമായാലും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ മാറുന്നില്ല. നമ്മുടെ വിശ്വാസം ദൈവത്തിൽ ഉറച്ചിരിക്കണം. പ്രിയമുള്ളവരെ, എല്ലാ പ്രയാസങ്ങളിലും നാം ആദ്യം ദൈവസന്നിധിയിൽ എത്തുകയും മനുഷ്യരെക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മെ താങ്ങി നിർത്തുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ മുൻപോട്ട് യാത്ര ചെയ്യുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ പോരാട്ടങ്ങൾ എത്ര വലുതായാലും നമ്മുടെ ദൈവം അതിനേക്കാൾ മഹാനാണ്. പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രയാസങ്ങളുടെയും പരീക്ഷകളുടെയും നടുവിൽ നിന്നിൽ ആശ്രയിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.